ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. അടുത്തത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിയിങ് എ പോയിൻറ്റ് ലോഡ് അറ്റ് ദ സെൻറ്റർ. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു പോയിൻറ്റ് ലോഡ് P കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ബീമിൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സിംപ്ലി സപ്പോർട്ടഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഈ സപ്പോർട്ടിൻ്റെ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഹിഞ്ച് ആകുമ്പോഴത്തേക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ട്, വെർട്ടിക്കൽ റിയാക്ഷനും ഉണ്ട് അല്ലേ? അത് കണ്ടുപിടിക്കണം. റോളറാണെങ്കിൽ അവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം ആണല്ലോ. അപ്പോൾ ഈ റിയാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതായത് നമുക്ക് ആദ്യം സിഗ്മ എം എ, അതായത് മൊമെൻ്റ് അറ്റ് എ ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ഓക്കെ, മൊമെൻ്റ് അറ്റ് എ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ നമുക്ക് RB എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മൊമെൻറ്റ് വരുന്നത്? മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലേ. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? RB എന്നുള്ള റിയാക്ഷനാണ്. RB ഇൻറ്റു ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഇല്ലേ, എ എന്നുള്ള പോയിൻറ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ RB ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് L. ഓക്കെ, ഇതെങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വരുന്നത് അല്ലേ. നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ അങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കാം. ഇനി അടുത്ത ലോഡ് ഏതാണ്? P എന്നുള്ളത്. അതെങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ എയിലേക്ക് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആയിട്ടാണ്. -P ഇൻറ്റു എത്ര ഡിസ്റ്റൻസിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്? P ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അതായത് L/2 ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. സിഗ്മ എം എ ഈക്വൽ ടു 0. മൊമെൻ്റ് അബൌട്ട് എ ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് RBയുടെ വാല്യൂ എഴുതിക്കൂടെ? RB ഇൻറ്റു L ഈക്വൽ ടു PL/2 എന്ന് വരും. അതായത് RB ഈക്വൽ ടു എന്ത് വരും? P/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ RBയുടെ കിട്ടി. ഇനി ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ RH-ൻ്റെ വാല്യൂ എന്താ? ഹൊറിസോണ്ടൽ റിയാക്ഷൻ എന്താ വരുന്നത്? 0 വരുന്നത്. അത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇനി ഇവിടെ RA എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി RA കണ്ടുപിടിക്കണം അല്ലേ. RA കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് ഏതൊക്കെയാണ്? RAയും RBയും അപ്വേർഡ് ഫോഴ്സാണ്. അപ്പോൾ RA + RB ഈക്വൽ ടു എന്താ വരുന്നത്? ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് P. അപ്പോൾ RBയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, P/2 ആണെന്ന്. അപ്പോൾ RAയുടെ വാല്യൂ എന്ത് വരും? P - P/2, അതായത് എന്ത് തന്നെ വരും? P/2 തന്നെ വരും. അപ്പോൾ RAയും P/2 ആണ്, RBയും P/2 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ജനറലി റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് റിയാക്ഷൻസ് എഴുതാം. കാര്യം എന്താണ്? ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ലോഡ് സെൻറ്ററിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ സെൻറ്ററിലാണ് ലോഡ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻസിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഈ ലോഡിൻ്റെ പകുതി ആയിരിക്കും. ഓക്കെ, റിയാക്ഷൻസ് വരുന്നത് എങ്ങനെയാണ്? P/2 ആണ് അല്ലേ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും P/2 തന്നെ കിട്ടി ആണല്ലോ. അപ്പം ഇങ്ങനത്തെ പ്രോബ്ലമാണ്, കോൺസെൻട്രേറ്റഡ് ലോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ ചെയ്യാം? ഇതിൻ്റെ പകുതി എങ്ങനെ എടുത്താൽ മതി. ഈ കാൽക്കുലേഷൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ജനറലി എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ റിയാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിക്കാമല്ലോ. ഈ ബീമിനെ ഞാൻ ഇങ്ങനെ മാറ്റി വരച്ചിട്ടുണ്ട്. റിയാക്ഷനും ലോഡും ആണല്ലോ. നമുക്ക് വേണ്ടത് എന്താണ്? ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഷിയർ ഫോഴ്സ് ആദ്യം ഷിയർ ഫോഴ്സ് അറ്റ് ബിയിൽ ഏത് ലോഡ് ആക്ട് ചെയ്യുന്നത്? P/2 ഉണ്ടല്ലേ.
P/2 എങ്ങനെയാണ്? റൈറ്റ് ഓഫ് സെക്ഷൻ എടുക്കുമ്പോൾ അപ്വേർഡ് നെഗറ്റീവാണ്. അപ്പോൾ -P/2 ലോഡുണ്ട്. -P/2 കിലോ ന്യൂട്ടൺ ഷിയർ ഫോഴ്സ് അറ്റ് ബി. ഇനി അടുത്തത് ഷിയർ ഫോഴ്സ് അറ്റ് സി കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, എവിടെ ഒരു പോയിൻ്റ് ലോഡ് വരുന്നുണ്ടോ അതിന് തൊട്ട് മുമ്പുള്ള ലോഡ് വേണം നമ്മൾ അവിടെ എടുക്കാനെന്നല്ലേ. ആദ്യം ഷിയർ ഫോഴ്സ് അതിന് തൊട്ട് മുമ്പ് വരെ എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ അറ്റ് സിയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് ബിയോണ്ട് സി എത്ര വരും? ഈ ലോഡ് തന്നെയാണല്ലേ, അതായത് -P/2 തന്നെയാണ്. -P/2 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്താ? ഷിയർ ഫോഴ്സ് അറ്റ് സി കണ്ടുപിടിക്കണം. അപ്പോൾ -P/2 ഇത് താഴോട്ടുള്ളതാണല്ലേ, പ്ലസ് പി. ഓക്കെ, എന്ത് വരും? +P/2 കിലോ ന്യൂട്ടൺ വരും. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി കിട്ടി. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് എ കണ്ടുപിടിക്കണം. ഷിയർ ഫോഴ്സ് അറ്റ് എ. ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ത് വരും? ഇവിടം വരെ ഉള്ളത് തന്നെയാണല്ലോ, അതായത് -P/2 + P/2, അതായത് ഈ ലോഡ് തന്നെ വരും അല്ലേ, P/2 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ എല്ലാ പോയിന്റിലും കണ്ടുപിടിച്ചല്ലോ. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചൂടെ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ബിയിൽ എത്രയാണ്? 3 പോയിന്റ് എ ബി സി. ബിയിൽ എത്രയായിരുന്നു? -P/2 ആണല്ലേ, -P/2. ഇനി സിയിൽ ആദ്യം ബിയോണ്ട് സി എത്രയാണ്? -P/2 തന്നെയാണ്. ഓക്കെ, അറ്റ് സി ആയപ്പോൾ എന്ത് വന്നു? +P/2 വന്നു അല്ലേ. ഇതൊന്ന് മുകളിലേക്ക് പോകും, +P/2 വന്നു. ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ത് വന്നു? P/2. ഓക്കെ, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇങ്ങനെ വരും ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെൻ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ബെൻഡിങ് മൊമെൻ്റ് ബീം ഒന്നുകൂടെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. P/2 സെൻട്രൽ ലോഡ്. P/2 അല്ല, ഇത് പി ആണല്ലേ, P കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇത് ആക്ട് ചെയ്യുന്നത് L/2 ഡിസ്റ്റൻസിൽ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എ ബി സി ബെൻഡിങ് മൊമെൻ്റ് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബിയിലുള്ള ബെൻഡിങ് മൊമെൻ്റ് എന്ത് വരും? സപ്പോർട്ടിലല്ലേ, അപ്പോൾ വേറെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ റൈറ്റ് ഓഫ് സെക്ഷൻ എടുക്കുമ്പോൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി അടുത്തത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി. അപ്പോൾ സിയിലാകുമ്പോഴത്തേക്ക് എന്ത് വരും? ആദ്യം ഈ ലോഡ് വരും അല്ലേ, P/2 ഇൻറ്റു, അതായത് ഇവിടെ എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വരുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് വരുമ്പോൾ എന്താ? പോസിറ്റീവ് തന്നെയാണ് അല്ലേ. P/2 ഇൻറ്റു ഇത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് L/2. PL/4 കിട്ടും. PL/4. ഇനി അതുപോലെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എന്ത് വരും? ഇവിടെ നിന്ന് തന്നെ ഒന്നുകൂടെ കണ്ടുപിടിച്ച് നോക്കാം. അതായത് P/2 ഇൻറ്റു ആദ്യത്തെ ഈ ലോഡ്, P/2 ഇൻറ്റു ഇത്രയും ഡിസ്റ്റൻസ് L. ഇത് പോസിറ്റീവാണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ, പോസിറ്റീവാണ്. അടുത്തത് മൈനസ്, ഇതെങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ -P ഇൻറ്റു എന്ത് വരും? L/2 ഡിസ്റ്റൻസ്. P ആക്ട് ചെയ്യുന്നത് L/2 ഡിസ്റ്റൻസിൽ. അപ്പോൾ PL/2 - PL/2 വരും അല്ലേ. അതെന്ത് വരും? 0. നമ്മളിങ്ങനെ കണ്ടുപിടിക്കാതെ തന്നെ ഇവിടെ സപ്പോർട്ടിൽ എത്രയാണ് 0 എന്ന് അറിയാമല്ലോ. നമ്മൾ ഇവിടെ എങ്ങനെ എടുത്തേ? ബെൻഡിങ് മൊമെൻ്റ് സപ്പോർട്ടിൽ എന്താണ്? 0 തന്നെ എടുത്തു, അതായത് റൈറ്റ് ഓഫ് സെക്ഷൻ ഒന്നുമില്ല. അതുപോലെ ഇവിടെ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഓഫ് സെക്ഷനിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഡയറക്റ്റ് തന്നെ നമുക്ക് സപ്പോർട്ടിൽ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ അവിടെ എങ്ങനെയാണ്? മറ്റ് എയിൽ നമുക്ക് 0 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാമല്ലോ. എ ബി സി. ബിയിൽ 0, എയിൽ 0.
സിയിൽ എത്രയാണ് വരുന്നത്? PL/4 പ്ലസ് അല്ലേ, ഇവിടെ ഇങ്ങനെ വരും PL/4 പോസിറ്റീവ്. ഇതാണ് നമ്മുടെ പെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം. ഓക്കെ, അടുത്തത് സിംപ്ലി സപ്പോർട്ടഡ് ക്യാരിയിങ് UDL ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഇതിൻ്റെ റിയാക്ഷൻ കണ്ടുപിടിക്കണം. റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ UDL എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ UDL അതിൻ്റെ ടോട്ടൽ ലോഡ് എത്ര ആയിരിക്കും? നമ്മൾ നേരത്തെ കാന്റിലിവറിൽ പഠിച്ചിട്ടുണ്ടല്ലേ, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡിങ് എത്രയാണ്? P kN/m ആണ്. അപ്പോൾ L മീറ്റർ ആകുമ്പോഴത്തേക്ക് എന്ത് വരും? P × L വരും ആണല്ലോ. ടോട്ടൽ ലോഡ് എന്ത് വരും? P × L വരും. അത് ആക്ട് ചെയ്യുന്ന എവിടെയാണ്? അതിൻ്റെ സെൻറ്ററിലാണ് അല്ലേ, ഈ ഡിസ്റ്റൻസിൻ്റെ പകുതിയിലാണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമ്മൾ കൺവേർട്ട് ചെയ്ത് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് ഈ ടോട്ടൽ ലോഡിനെ PL ഇങ്ങനെ എഴുതാം അല്ലേ. ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ, അതായത് L/2 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ടോട്ടൽ ലോഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ RAയും RBയും നമുക്ക് എളുപ്പത്തിൽ എഴുതിക്കൂടെ? എന്ത് വരും? ഈ ലോഡിൻ്റെ പകുതി വരും അല്ലേ, അതായത് RA = RB = PL/2 എന്ന് വരും. ഓക്കെ, RAയും RBയും ഇതിൻ്റെ പകുതിയായിട്ട് വരും. അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നേരത്തെ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ച് ചെയ്ത പോലെ മൊമെൻ്റ് A = 0 എടുത്തിട്ട് ഇവിടെ വരുന്ന റിയാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ കാൽക്കുലേഷൻ വരും. നേരത്തെ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് തന്നെ അതിൻ്റെ വാല്യൂ എഴുതി. അപ്പോൾ RAയും RBയും കിട്ടി. ഇനി ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചൂടെ? ഷിയർ ഫോഴ്സ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചേക്കാം. ഓക്കെ, PL/2 ഇതാക്ട് ചെയ്യുന്നത് എന്താണ്? P kN/m. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഷിയർ ഫോഴ്സ് അറ്റ് B കണ്ടുപിടിക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് B എന്താ വരുന്നത്? ഈ പോയിന്റിലാണല്ലേ. അപ്പം ഈ ഒരു ലോഡ് മാത്രമല്ലേ വരുന്നുള്ളൂ, അതായത് -PL/2 kN. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിൽ ഒരു പോയിന്റിലൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ പോയിന്റിൽ എത്രയാണെന്നും കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് വരും? ഷിയർ ഫോഴ്സ് അറ്റ് C എന്നുള്ള പോയിൻ്റായിട്ട് എടുക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് C. അപ്പോൾ സിയിൽ വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ലോഡ്, അതായത് -PL/2 ഉണ്ട്. ഇനി എന്തുണ്ട്? ഇവിടം വരെയുള്ള ഈ UDL കൺസിഡർ ചെയ്യണം. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ L/2 ആയിട്ട് എടുത്തു. ഓക്കെ, സെൻറ്ററിലുള്ള പോയിൻ്റായിട്ട് എടുത്തു C. അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് വരും? ഓക്കെ, ഇത് എന്താ വരുന്നത്? പോസിറ്റീവാണ്. ആദ്യം സൈൻ പറയാം. അതായത് ഇത് ഡൗൺവേർഡ് ആണല്ലേ, റൈറ്റ് ഓഫ് സെക്ഷൻ ഡൗൺവേർഡ് പോസിറ്റീവായിട്ട് എടുത്തു. ഇനി അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്? P × ഇത്ര ഡിസ്റ്റൻസിലാണ്, അതായത് P × L/2 ആണല്ലോ. വേറെ ലോഡൊന്നുമില്ലല്ലോ. അതിൻ്റെ ഇൻറ്റൻസിറ്റി കിട്ടി. ഈ റിയാക്ഷനും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? സിയിൽ എന്ത് വരും? 0 kN വരും. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് അറ്റ് A കണ്ടുപിടിക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് A കണ്ടുപിടിക്കാമല്ലോ. എന്ത് വരും? ഇവിടുത്തെ ആദ്യത്തെ -PL/2, ഇനി എന്താ വരുന്നത്? ടോട്ടൽ ആക്ട് ചെയ്യുന്നത് അല്ലേ, പ്ലസ് PL ആണല്ലോ. അതെന്ത് തന്നെ വരും? PL/2 തന്നെ വരും. PL/2 തന്നെ വരും. ഓക്കെ, PL/2 തന്നെ വരും. ഇനി ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാമല്ലോ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെ വരും? ഇവിടെ നിന്ന് മൈനസ് ആണല്ലേ, -PL/2, ഇവിടെ +PL/2 വന്നു. ഇതിൻ്റെ സെൻറ്ററിൽ എന്താ വന്നത്? 0 വന്നു. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും അല്ലേ, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ എല്ലാം ഈ ഷേപ്പ് പഠിച്ചിരിക്കണേ. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ ബീം ഇതാണല്ലേ, P kN/m. P
PL/2 PL/2. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ABC. ആദ്യം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് B കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് B എന്ത് വരുന്നത്? സപ്പോർട്ടാണ് അല്ലേ, അവിടെ 0 തന്നെ വരും, 0 kN/m. ഇനി ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് C, അതായത് സെൻട്രൽ പോർഷൻ, അതായത് ഇവിടെ നിന്ന് L/2 ഡിസ്റ്റൻസ് അല്ലേ, അതിൻ്റെ സെൻറ്ററിൽ വരും. എന്ത് വരും? ആദ്യം ഈ ലോഡിൻ്റെ, അതായത് PL/2 ഇൻറ്റു, അതെങ്ങനെയാണ് വരുന്നത്? ആൻറ്റി ക്ലോക്ക് വേസ് ആണ് വരുന്നത് അല്ലേ. ആൻറ്റി ക്ലോക്ക് വേസ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? പോസിറ്റീവ്. അപ്പോൾ PL/2 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? L/2. ഇനി വേറെ ലോഡുണ്ടോ? ഉണ്ടല്ലേ, ഈ UDL ലോഡുണ്ട്. UDL എങ്ങനെയാണ്? താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് എങ്ങനെ വരും? ഈ C എന്നുള്ള പോയിന്റിൽ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ വരും? ക്ലോക്ക് വേസ് ആയിട്ട് വരും. ക്ലോക്ക് വേസ് എന്താണ്? നെഗറ്റീവ് വരും, മൈനസ്. അപ്പോൾ ഈ പോയിന്റ് വരെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ലോഡ് എന്താണ്? P/L/2 ആണ്. P/L/2. ഈ PL/2 ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഡിസ്റ്റൻസിൻ്റെ സെൻറ്ററിൽ. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അതായത് L/4 വരും. അതായത് ഇതിൻ്റെയും പകുതിയിലാണ് ആക്ട് ചെയ്യുന്നത്. PL/2 ഇൻറ്റു L/4 ചെയ്താൽ എന്ത് വരും? PL²/4 മൈനസ് PL²/8 ആണല്ലോ. അതായത് PL²/8 എന്ന് കിട്ടും നമുക്ക്. PL²/8. അതുപോലെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് A എന്ത് വരും? 0 തന്നെയാണ്, 0 kN/m തന്നെയാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചൂടെ? നമ്മൾ ഈ ബീം വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ABC എന്നുള്ള പോയിന്റിൽ ഇവിടെ PL²/8 അല്ലേ. അപ്പോൾ ഇവിടെ UDL വരുന്നിടത്ത് എങ്ങനെയാണ്? പരാബോള ആയിട്ടാണ് വരയ്ക്കാനുള്ളത്. ഓക്കെ, പരാബോള ആയിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പം ഈ പോയിന്റ് ലോഡാണ് വരുന്നതെങ്കിൽ അവിടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത് സ്ട്രെയിറ്റ് ലൈനായിട്ട്. അത് ഓർത്ത് വെച്ചേക്കുക. പോയിന്റ് ലോഡാണെങ്കിൽ ഷിയർ ഫോഴ്സിൽ സ്ട്രെയിറ്റ് ലൈൻ, ബെൻഡിങ് മൊമെൻറ്റിൽ ഇൻക്ലൈൻഡ് ലൈൻ വരും. ഇനി UDL വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഷിയർ ഫോഴ്സ് എങ്ങനെയാണ്? ഇൻക്ലൈൻഡ് ലൈൻ വരും, ഷിയർ ഫോഴ്സ് ഇൻക്ലൈൻഡ് ലൈൻ വരും, ബെൻഡിങ് മൊമെൻറ്റ് പാരാബോളിക് ഷേപ്പ് വരും. ഓക്കെ.